ചെറുപുഴ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനാചരണം മുൻ KPCC മെമ്പർ വി കൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് TP ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് മഹേഷ് കുന്നമ്മൽ മുഖ്യപ്രഭാഷണം നടത്തി. A ബാലകൃഷ്ണൻ, സലീം തേക്കാട്ടിൽ, പ്രണവ് കാരാള, VV ദാമോദരൻ, PP ബാലകൃഷ്ണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. രാജീവ് ഗാന്ധിക്ക് അതല്ലാതെ ഇന്ത്യയെ രക്ഷിക്കാൻ മറ്റൊരു മാർഗമില്ല എന്ന ധാരണ വന്നപ്പോഴാണ് അദ്ദേഹം ആ സ്ഥാനം ഏറ്റെടുക്കാൻ തീരുമാനിച്ചത്. 2 ദിവസത്തിനകം തന്നെ അദ്ദേഹത്തെ വിമർശിക്കാൻ തുടങ്ങി. ഇന്ത്യയുടെ രാഷ്ട്രീയ രംഗത്തില്ലാത്ത നെഹ്റു കുടുംബത്തിലെ ഏക അംഗം മാത്രമായ ഒരു വിമാനം മാത്രം പറപ്പിക്കുന്ന വൈമാനികരായ രാജീവ് ഗാന്ധിയെ ഇന്ത്യയുടെ അധികാരമേൽപ്പിച്ചാൽ ഇന്ത്യയുടെ സ്ഥിതി എന്തായിരിക്കും എന്നതിനെക്കുറിച്ച് ചർച്ച നടത്തപ്പെടുകയും വിമർശിക്കുകയും ഒക്കെ ചെയ്ത ദിവസങ്ങളായിരുന്നു അടുത്ത ദിവസം നടന്നത്. പക്ഷേ എൻ്റെ അമ്മയുടെയും എൻ്റെ പിതാമഹനായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെയും ഒക്കെ മടിയിൽ അവരുടെ ലാളനയേറ്റ് അവരുടെ ഭരണ നൈപുണ്യം നേരിട്ട് മനസ്സിലാക്കിയിട്ടുള്ള രാജീവ് ഗാന്ധി പെട്ടെന്ന് തന്നെ ഇന്ത്യയിലെ ജനങ്ങളുടെ ആകർഷക കേന്ദ്രമായി മാറുകയാണ് ഉണ്ടായത്. വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹം അമേരിക്കയിൽ പോയി അവിടെ വെച്ച് ഒരു ലോക രാഷ്ട്ര നേതാക്കളുടെ യോഗത്തിൽ സംബന്ധിച്ചപ്പോൾ അവിടെ കൂടിയിരുന്ന രാഷ്ട്ര നേതാക്കൾ വളരെ അത്ഭുതത്തോടു കൂടിയാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടത്. രാജ്യത്തെക്കുറിച്ച്, ലോകത്തെക്കുറിച്ച് വലിയ ഒരു സങ്കല്പം, ഒരു ചിന്ത ഉള്ളൊരു മനുഷ്യനാണ് അദ്ദേഹമെന്നും ആരും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു നേതാവാണ് അദ്ദേഹമെന്നും രാജ്യത്തിൻ്റെ ഭാവി അദ്ദേഹത്തിൻ്റെ കൈകളിൽ ഭദ്രമാണെന്നും അവിടെ കൂടിയ ലോക രാഷ്ട്ര നേതാക്കൾ തലകുലുക്കി സമ്മതിക്കുകയുണ്ടായി. അതേപോലെ തന്നെ രാജീവ് ഗാന്ധി രാജ്യഭരണത്തിൽ ജനങ്ങളുമായി ബന്ധപ്പെടാൻ ഇന്നത്തെ ഭരണ സംവിധാനത്തിൽ എന്താണ് മാറ്റം വരുത്തേണ്ടതെന്ന് ആലോചിക്കുകയും ഭരണാധികാരം ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള നടപടി സ്വീകരിക്കുകയും ചെയ്തു. അതാണ് ആദ്യത്തെ ഒരു പരിഷ്കാരം. ജനങ്ങൾക്ക് വേണ്ടി അധികാരം ജനങ്ങളിലേക്ക് എന്ന മുദ്രാവാക്യമാണ് ഉടക്ക്. അതിനാണ് അദ്ദേഹം നിയമനിർമ്മാണം നടത്തി പഞ്ചായത്ത് രാജ് നഗരപാലിക ബില്ല് പാസ്സാക്കാനുള്ള ശ്രമം നടത്തി. ഇന്ന് നാം അനുഭവിക്കുന്ന, ഇന്ന് തലമുറ അനുഭവിക്കുന്ന എല്ലാ നേട്ടങ്ങളുടെ പുറകിലും രാജീവ് ഗാന്ധി ഏറ്റവും പിന്നോക്കം നിന്നിരുന്ന, അല്ലെങ്കിൽ ആരും ശ്രദ്ധിക്കാതിരുന്ന വനിതകളെ, മഹിളകളെ രംഗത്ത് കൊണ്ടുവരാൻ ഭരണഘടനയുടെ ഭേദഗതിയിൽ കൂടി 33% അധികാരം ജനങ്ങളിലേക്ക് കൊടുക്കുക എന്ന പഞ്ചായത്ത് രാജിൽ ഉൾപ്പെടുത്തിയത് അദ്ദേഹമാണ്. നല്ല ചിന്താശക്തിയുള്ള യുവത്വത്തെ വളർത്തിയെടുക്കാൻ വേണ്ടിയാണ് അദ്ദേഹം 18 വയസ്സ് പ്രായമായിട്ടുള്ള മുഴുവൻ ആളുകൾക്കും ഇന്ത്യയുടെ ഭാവി നിശ്ചയിക്കുന്നതിൽ അധികാരം നൽകണം എന്ന് പറഞ്ഞുകൊണ്ട് വോട്ടവകാശം നൽകി. വേൾഡ് വിഷൻ ചെറുപുഴ മലയോര മേഖലയിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം. ലോകോത്തര കമ്പനികളുടെ AC, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, LED TVകൾ, ഹോം തിയേറ്റേഴ്സ്, മിക്സർ ഗ്രൈൻഡേഴ്സ്, OTG ഓവനുകൾ, ഗ്യാസ് സ്റ്റവ്, ഫാൻ, അയൺ ബോക്സസ് തുടങ്ങി എല്ലാവിധ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ഗുണമേന്മയോടെ, വിശ്വസ്തയോടെ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കൂ വേൾഡ് വിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ. വേൾഡ് വിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ, മലയോരത്തിന്റെ സ്വന്തം